ആതിര മിസ് ആണ് കേട്ടോ. നമുക്ക് എക്സാം ആവാറായില്ലേ? അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് മിസ് ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം എൻ്റെ മക്കൾക്ക് ഒരു പ്രസംഗം എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതാൻ കഴിയണ്ടേ, അത് ഏത് രീതിയിൽ എഴുതണ്ടേന്ന് അറിയണ്ടേ. അപ്പൊ മിസ് എങ്ങനെയാണ് നമുക്ക് പ്രസംഗം തയ്യാറാക്കാന്നുള്ളത് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. മിസ്സിന്റെ ക്ലാസ്സിൽ തുടക്കം മുതൽ അവസാനം വരെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് പവർ ആയിട്ടിരിക്കുന്നുള്ള വിശ്വാസത്തിൽ മിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചില പഴഞ്ചൊല്ലുകൾ വായിക്കാം. മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം, മണ്ണ് പൊന്നാക്കണം, ചേറ് ചോറാക്കണം, ചോറ് ചേറാക്കരുത്. മണ്ണിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ പഴഞ്ചൊല്ലുകൾ നമ്മോട് പറയുന്നത് എന്തെല്ലാം? പാഠഭാഗത്തു നിന്നും മണ്ണിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു പ്രസംഗം തയ്യാറാക്കൂ. ലോക മണ്ണുദിനം ഡിസംബർ 5 അനുബന്ധിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുമല്ലോ. നമുക്ക് നോക്കിയാലോ. യെസ്. അപ്പൊ നമ്മള് ഒരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ നമ്മളെ കേൾക്കാൻ കുറച്ച് ആൾക്കാർ മുന്നിലുണ്ടായിരിക്കും, അതേപോലെ നമ്മൾ നിൽക്കുന്ന ഒരു വേദിയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവരെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മളൊരു പ്രസംഗം തുടങ്ങേണ്ടത്. എങ്ങനെയാണടാ? വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മളുടെ കൂടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മളൊരു പ്രസംഗം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇന്ന് ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് മണ്ണ്. നട്ടും നനച്ചും ആരോഗ്യമുള്ള വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ പൈതൃകങ്ങളിൽ പെട്ടതാണ് മണ്ണും. എന്നാൽ ഇന്നോ കുട്ടികൾ മണ്ണ് തൊടുന്നത് പോലും നമുക്ക് അറപ്പാണ്, വെറുപ്പാണ്. നമ്മൾ നേരെ ഒരു മൊബൈൽ ഫോൺ നീട്ടി വീട്ടിലിരുന്ന് കളിച്ചോ എന്നും പറയും അല്ലേ? ശരിയല്ലേ? മണ്ണിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കോ? ഇല്ലല്ലോ. തിരിച്ചെന്താ ചെയ്യുന്നേ? മണ്ണിലേക്ക് ഇറങ്ങാതിരിക്കാൻ അവരുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ അങ്ങോട്ട് കൊടുക്കാട് പതിവ് അല്ലേ? പക്ഷെ അത് എത്രത്തോളം കുട്ടികൾക്ക് ദോഷകരമാണെന്ന് നമ്മൾ ചിന്തിക്കില്ല. മറിച്ച് മണ്ണിൽ ഇറങ്ങിയാൽ അവന്റെ ഡ്രസ്സിൽ മണ്ണാവുമെന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. എന്നാൽ അതിന് പിന്നിലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ, നമ്മൾ ചിന്തിക്കാതെയാണ് നമ്മൾ ഈ തെറ്റായിട്ടുള്ള കാര്യം ചെയ്യുന്നത് അല്ലേ? മണ്ണിലിറങ്ങിയാൽ അഴുക്കാകും, പക്ഷേ അതൊന്ന് കഴുകിക്കളഞ്ഞാൽ മാറ്റാവുന്നതേ ഉള്ളൂ അല്ലേ? കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ കുട്ടികൾക്ക് അസുഖങ്ങൾ മാറി വരുന്നത് കാണാം. ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നതിന് പകരം അവരെ മണ്ണിലേക്ക് ഇറക്കി വിടൂ. മണ്ണിൽ തന്നെയുണ്ട് അവരുടെ അസുഖങ്ങൾ മാറുവാനുള്ള മരുന്നുകൾ. പക്ഷെ ഇന്ന് മണ്ണുകൾ കാണുന്നതും കുറവ് തന്നെയാണ്. എല്ലാ വീടിന്റെ മുറ്റവും കോൺക്രീറ്റ് കൊണ്ട് മറച്ചിരിക്കുന്നു. ഇന്ന് എല്ലാവരുടെയും പകുതി മുക്കാൽ ആളുകളുടെ വീട്ടിലും ഇന്റർലോക്ക് കട്ടകളാണ് അല്ലേ? ഭൂമിയിലേക്ക് വെള്ളം താഴാൻ അനുവദിക്കാതെ സിമന്റ് ഇട്ട് മൂടിയിരിക്കുന്നു. ലോക മണ്ണ് ദിനമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. മണ്ണിന്റെ പരിപാലനവും സംരക്ഷണവും നമ്മൾ ഉറപ്പാക്കും. അതിനുവേണ്ടി മരങ്ങൾ നട്ടുപിടിപ്പിക്കും. പരമാവധി വെള്ളം ഭൂമിയിൽ താഴാൻ അനുവദിക്കും. തികച്ചും ജൈവ കൃഷികൾ മാത്രം ചെയ്യും. രാസവളങ്ങൾ മണ്ണിൽ പ്രയോഗിക്കുന്നത് നിർത്തലാക്കും. ഒരിക്കൽ കൂടി മണ്ണിനെ സംരക്ഷിക്കുന്നത് നമ്മുടെ കടമയാണ്, നമ്മുടെ ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മളൊരു പ്രസംഗം തുടങ്ങുമ്പോൾ മിസ് എന്താ പറഞ്ഞത്? ആദ്യം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. അങ്ങനെയാണല്ലോ നമ്മളൊരു പ്രസംഗം തുടങ്ങിയത്. എന്നാൽ നല്ലൊരു തുടക്കം ഉണ്ടെങ്കിൽ അതിന് നല്ലൊരു അവസാനം വേണമല്ലോ. നന്ദി, നമസ്കാരം. കാരണം നമ്മളെ ഇത്രയും നേരം കേട്ടിരുന്നവർക്ക് വേണ്ടിയിട്ട് നന്ദി, നമസ്കാരം എന്ന് നമ്മൾ പറഞ്ഞിട്ട് വേണം നമ്മൾ ഉപസംഹരിപ്പിക്കാൻ. ഓക്കെ, സെറ്റ് ആണല്ലോ? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സെറ്റാക്കി എഴുതുന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ മിസ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് മിസ് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നല്ല കുട്ടികളായിട്ട് നന്നായിട്ട് പഠിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് മിസ് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരേക്കും മക്കളെ, ബൈ.